വടകര ഇത്തവണ തൂത്തുവാരുമെന്ന് പറഞ്ഞ ഷാഫിയുടെ വാക്കുകൾക്ക് പൊന്നും വില. വടകര മാത്രമല്ല, കേരളം മൊത്തത്തിൽ UDF തൂക്കിയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കള്ളന്മാരെയും കൊള്ളക്കാരെയും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഷാഫി പല ആവർത്തി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ UDF വിജയിച്ചു എന്ന് കണ്ണും പൂട്ടി പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എല്ലാ തലങ്ങളിലും കോൺഗ്രസ് തങ്ങളുടെ കരുത്ത് കാണിച്ചു കഴിഞ്ഞു. കയ്യൂക്കുകൊണ്ട് നശിപ്പിച്ചു കളയാമെന്ന് കരുതിയ ഷാഫി ജനങ്ങളുടെ വിധിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പിണറായി സർക്കാരിന്റെ നെഞ്ചത്തങ്ങനെ ചവിട്ടി നിൽക്കുന്നത്. ഇനി കുറച്ച് ഷോ ആയിക്കൂടെ എന്നാണ് ഷാഫി സഖാക്കന്മാരോട് ചോദിക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിൽ നിലവിലെ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുന്ന വിധിയാണ് എഴുതിയതെന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞ മുഖ്യന് തന്നെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഇടതു കോട്ടകളെയും നിലംപരിശാക്കിയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ MP സംസാരിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വിജയം ഏതെങ്കിലും നേതാവിന്റെ മാത്രം ക്രെഡിറ്റ് അല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് UDFന്റെ എല്ലാ കാര്യങ്ങളെയും എത്തിച്ച സാധാരണ പ്രവർത്തകന്റെ കഠിനാധ്വാനത്തിന് കൂടിയുള്ള റിസൾട്ടാണിത്. സ്ഥാനാർത്ഥി അല്ലെങ്കിലും ചിലപ്പോൾ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും എന്റെ പ്രസ്ഥാനവും മുന്നണിയും ജയിച്ചേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ UDF പ്രവർത്തകൻ വോട്ട് ചേർത്തും കൊടികെട്ടിയും ചുമരെഴുതിയും നേടിയ വിജയമാണിത്. ഈ പൊതുവായ അഭിനന്ദനത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാതെ പോയ ചില യുവ നേതാക്കളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയുണ്ട്. പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓടി നടന്ന പ്രചാരണ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അധ്വാനത്തെയാണ് ഷാഫി പരോക്ഷമായി ഇവിടെ ചൂണ്ടിക്കാണിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫി പറമ്പിൽ തഴഞ്ഞില്ല എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചെടുക്കുന്നത്. നിലവിൽ ചില നിയമപരമായോ രാഷ്ട്രീയപരമായോ ആയ വെല്ലുവിളികൾ കാരണം നേരിട്ടുള്ള മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന അദ്ദേഹത്തെയാണ് ഷാഫി സൂചിപ്പിച്ചത് എന്ന് കരുതുന്നവരുണ്ട്. ഈ വിജയം അദ്ദേഹത്തിനും അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ മുന്നണി അദ്ദേഹത്തെ ഓർക്കുന്നു എന്നതിലുപരി രാഹുലിന്റെ കഠിനാധ്വാനം ഫലം കണ്ടു എന്നും ഷാഫി ഉറപ്പിച്ചു പറയുന്നു. രാഹുലിനെതിരായ കേസുകളിൽ അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉടൻ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തിരിച്ചു വരുമെന്നുമുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ വാക്കുകളിലൂടെ ഷാഫി പങ്കുവച്ചതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഷാഫിയുടെ വാക്കുകൾ കേൾക്കാം. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായത്. തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങൾ തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടത് കോട്ടകളെ പൊളിച്ചെഴുതി എല്ലാ മേൽക്കോയ്മകളെ അവസാനിപ്പിച്ച് എല്ലാ കള്ള സഖ്യങ്ങളെയും തുറന്നു കാണിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനൊപ്പം നിന്നിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ അതിശക്തമായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 504-ലധികം പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. നിങ്ങൾക്കറിയാം, മുനിസിപ്പാലിറ്റികളിൽ 54-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDFന്, കോർപ്പറേഷൻ CPMന്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ളൊരു വിധിയെഴുത്ത്. ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ കുതിച്ചുചാട്ടം ഐക്യജനാധിപത്യ മുന്നണിക്കിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ DCC പ്രസിഡന്റ് നൽകുന്നുണ്ട്. അതിൻ്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, ഏതെങ്കിലും ഒരു സെക്ടറിലല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏരിയയിലല്ല, എല്ലായിടങ്ങളിലും വലിയ മുന്നേറ്റം UDFനുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞത്, അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തിന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകൻ്റെയും പേരിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ, KPCCയുടെ ഒരു ചുമതല ഉള്ള ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്ക് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൊട്ടും അഹങ്കരിക്കാതെ, തെല്ലും അഹങ്കാരം ബാധിക്കാതെ കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരാഗ്രഹിക്കുന്നത് ഈ മാറ്റം കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്.
2026 ഇന്ധനമാണെന്ന് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MP ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ട് UDFന്റെ നേതൃത്വം തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെ പറഞ്ഞ് 2026 കൂടുതൽ ഒരുമയോടെ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് ജനം തന്ന ഇന്ധനമായി ഈ വിജയത്തെ കാണും. ഇതിലൊരു UDF പ്രവർത്തകനും അഹങ്കരിക്കില്ല. ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ഡീപ്പായി ജനങ്ങൾക്കിടയിലുണ്ടാവും. എന്ത് പൊന്നാണ്, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പാലക്കാട്ടെ മത്സരമൊന്നും ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും വടകരയിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാർത്തകളും ചർച്ചകളും തമ്മിലുള്ള ജനങ്ങൾക്കിടയിലെ ചർച്ചയും തമ്മിലുള്ള ചില അന്തരം അത് അവർക്ക് മനസ്സിലാക്കാനും കൂടെ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അഹങ്കരിക്കില്ല. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വെറുതെ കയറി വീട്ടിലിരിക്കില്ല. ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൂടുതൽ വിനയത്തോടെ അതെല്ലാ UDF സഹപ്രവർത്തകരോടുമായി ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്ന് താഴെത്തട്ടിൽ ഇറങ്ങി നിന്ന്, കാരണം ഇത് അവർ പണിയെടുത്ത് നേടിയ വിജയം തന്നെയാണ്. ഇതാരും കൊണ്ടുവന്നതല്ല. ഒന്ന്, ഇതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. രണ്ടാ, ജനങ്ങൾക്കിടയിലേക്ക് UDFന്റെ എല്ലാ കാര്യങ്ങളെയും എത്തിച്ച സാധാരണ UDF പ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് വന്നിട്ട് സ്ഥാനാർത്ഥി അല്ലെങ്കിലും സ്ഥാനാർത്ഥിയെ ആഗ്രഹിച്ചിട്ട് ചിലപ്പം കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ ഇതിൽ എൻ്റെ പ്രസ്ഥാനവും മുന്നണിയും ജയിച്ചേ തീരുമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ UDF പ്രവർത്തകൻ, വോട്ട് ചേർത്തിയ, ചോദിച്ച, ചെയ്യിപ്പിച്ച, കൊടി കെട്ടിയ, പോസ്റ്റർ ഒട്ടിച്ച, ബാനർ എഴുതിയ, ചുമരെഴുതിയ സാധാരണ UDF പ്രവർത്തകൻ. ആ UDF പ്രവർത്തകന്റെ കഠിനാധ്വാനത്തിനും കൂടിയുള്ള റിസൾട്ടാണ്. അത് ഞങ്ങൾ നിലനിർത്തും. സഖ്യമുണ്ടായിരുന്നു. ആ സഖ്യം നിങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകൾ നടന്നത് പോലും ഗുണപരമായി മാറി എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾക്കറിയാം. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പോയി വലിയ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ UDFും വെൽഫെയർ പാർട്ടി നേർക്കുനേർ മത്സരം സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ പ്രാദേശികമായിട്ട് CPM എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിൻ്റെ കണക്കുകളും കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ സഖ്യം എന്ന് പറയുന്നത് ഈ സീറ്റ് നിങ്ങൾ മത്സരിച്ച ആ സീറ്റ് അങ്ങനത്തെ ധാരണയിലേക്ക് എത്തിയതായിട്ട് എനിക്കറിവില്ല. ഇനി ഇതിൽ അത്തരം കാര്യങ്ങൾ CPM എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ CPM അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലുള്ള ഒരിടപെടലും നടത്താൻ എന്ത് പൊന്നാണ്, എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പാലക്കാട്ടെ മത്സരമൊന്നും ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും വടകരയിലുണ്ടാവും. ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതാ കോഴിക്കോടുണ്ട്. ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. KPCCയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോഴിക്കോടുണ്ടാവുന്നുള്ളത് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം